ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുപാട്ടുന്ന പതിർ പോലെയത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. Oh, the joy of those who do not follow the advice of the wicked, or stand around with sinners, or join with scoffers, but they delight in doing everything the Lord wants. Day and night they think about His law. They are like trees planted along the river bank, bearing fruit each season without fail. Their leaves never wither, and in all they do they prosper. But this is not true for the wicked. They are like worthless chaff scattered by the wind. They will be condemned at the time of judgment. Sinners will have no place among the godly. For the Lord watches over the path of the godly, but the path of the wicked lead to destruction. യഹോവയിൽ ആശ്രയിക്കുന്നവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെയാണവർ. ഏതൊക്കെ പ്രതിസന്ധികളിലും പ്രതികൂല സാഹചര്യങ്ങളിലും ഉണങ്ങിപ്പോകുകയോ ഇല വാടുകയോ ചെയ്യുവാൻ സ്വർഗസ്ഥനായ പിതാവ് അവരെ അനുവദിക്കില്ല. അവിടുന്ന് അവരെ കരം പിടിച്ചു താങ്ങുന്നു, വേദനകളിൽ ആശ്വസിപ്പിക്കുന്നു, പ്രതിസന്ധികളിൽ കൂടെ നിൽക്കുന്നു, ദീനത്തിൽ അവരുടെ കിടക്കയെ മാറ്റിവിരിക്കുന്നു. അതുകൊണ്ട് കുലുങ്ങാതെ മുന്നോട്ട് പോകാം. ഗോ ഫോർവേഡ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ.